ഹലോ, എസ് ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്ലെയിൻ സാരീസിന്റെ അപ്ഡേഷൻ വീഡിയോ ആയിട്ടാണ്. നമുക്ക് കോട്ടൺ കോട്ട, സിൽക്കി കോട്ട, ഓർഗൻജി, മംഗൽഗിരി പട്ട് സാരീസ് ഒക്കെയാണ് പ്ലെയിൻ സാരീസ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോട്ടൺ കോട്ടായും അതുപോലെ സിൽക്കി കോട്ടായും ഓർഗൻജിയുടെ അവൈലബിൾ ആകുന്ന കുറച്ച് ഷെയ്ഡ്സും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പം ഷെയ്ഡ്സ് ഒക്കെ കാണിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ അപ്ഡേഷൻസ് ഒക്കെ ഒരു ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് കാണിക്കാവോ, സ്റ്റാറ്റസ് അല്ലാതെ ഒക്കെ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒത്തിരി സമയമായി നമ്മൾ ഓൾറെഡി ഇത് തുടങ്ങിയിട്ടെങ്കിൽ പോലും ഇപ്പോഴാണ് നമുക്കിതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് തുടങ്ങാനായിട്ട് സാധിച്ചത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ ഓൾറെഡി ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ നമ്മുടെ ഈ ഒരു യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പേജിലും ആ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ വർക്കുകളും അതുപോലെ നമ്മുടെ ഹാൻഡ് പിക്ക് കളക്ഷനും ഹാൻഡ് എംബ്രോയിഡറി, മിഷൻ എംബ്രോയിഡറി കളക്ഷൻസിൻ്റെ ഒക്കെ പുതിയ പുതിയ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ അതിനകത്ത് ഫോളോ അപ്പ് ചെയ്യുക. നമുക്ക് ഓരോരോ കളേഴ്സ് വെച്ചിട്ട് കാണാം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് കോട്ടൺ കോട്ടയുടെ ഷെയ്ഡ്സ് തന്നെയാണ്. അറിയാലോ, നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള നല്ല പ്യൂർ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കോട്ടൺ കോട്ടായിക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള കളർ ഷെയ്ഡ്സിൽ ഫസ്റ്റ് വൺ നമ്മുടെ ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ്. ഡാർക്കർ ടോൺ ആണെങ്കിൽ പോലും നമുക്ക് പ്യുവർ കോട്ടൺ ആയതുകൊണ്ടും കോട്ട ഫാബ്രിക് ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ കോട്ട ഫാബ്രിക് കുറച്ചുകൂടെ ബ്രീത്തബിൾ ആയിട്ടുള്ള, അതുപോലെ ഇച്ചിരി ആ ഒരു നെറ്റ് മെറ്റീരിയൽ മീൻസ് ആ ഒരു ഹോൾസ് വരുന്നൊരു പാറ്റേൺ വരുന്നത് കൊണ്ട് തന്നെ നല്ലതായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചൂടിന് ആപ്റ്റായിട്ട് പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ നേവി ബ്ലൂ ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഷെയ്ഡ്സും നമുക്ക് റിപ്പീറ്റഡ്ലി അവൈലബിൾ ആയിരിക്കുന്നത്, അതായത് പുതിയ ഷെയ്ഡ്സ് ആയിട്ടൊന്നും വന്നിട്ടില്ല. എല്ലാം നമുക്ക് നേരത്തെ തൊട്ടുള്ള ഷെയ്ഡുകളാണ്. പക്ഷെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്കും അതുപോലെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്ന് കാണിക്കാനായിട്ടാണ് ഒന്നുകൂടെ ഒരു അപ്ഡേഷൻ വീഡിയോ എടുക്കുന്നത്. ഇത് നമ്മുടെ പൗഡർ ബ്ലൂ ഷെയ്ഡാണ്. പൗഡർ ബ്ലൂ എന്ന് പറയുമെങ്കിലും കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡാണ്. നമ്മുടെ ബ്ലൂവിൻ്റെ കാറ്റഗറി നോക്കുമ്പോൾ നേവി ബ്ലൂ കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് ലൈറ്റ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ് ഈ പൗഡർ ബ്ലൂ വരുന്നത്. ശരിക്കുള്ള പൗഡർ ബ്ലൂ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡാണ്. പക്ഷേ കോട്ടൺ കോട്ടായാലും നമ്മൾ ഈ ഒരു ഷെയ്ഡിനെയാണ് പൗഡർ ബ്ലൂ എന്ന് പറയുന്നത്. അതിന് ശേഷം നമുക്ക് രണ്ട് സ്കൈ ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്. ഇതുപോലെയാണ് സ്കൈ ബ്ലൂവിൻ്റെ രണ്ട് ഷെയ്ഡ്സ് വരുന്നത്. ശരിക്കും ഇതാണ് ആക്ച്വൽ സ്കൈ ബ്ലൂ ഷെയ്ഡ് വരുന്നത്. ഇതൊരു സൾഫേറ്റ് ബ്ലൂ എന്ന് പറയാവുന്ന ബ്ലൂ ആണ്. പക്ഷേ രണ്ടും സ്കൈ ബ്ലൂവിൻ്റെ തന്നെ ഷെയ്ഡ്സ് ആയതുകൊണ്ട് സിമിലർ ആയിട്ട് സ്കൈ ബ്ലൂ ഷെയ്ഡിന് ഡാർക്കർ ലൈറ്റർ ടോൺ എന്നുള്ള രീതിയിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത്. ഈ ഷെയ്ഡ്സ് എല്ലാം നമുക്ക് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ഉണ്ട്. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പീസ്, അതായത് യൂണിഫോം പർപ്പസിനൊക്കെ ആണെങ്കിലും ഒന്നിൽ കൂടുതൽ പീസസ് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ചില ഷെയ്ഡ്സിന് മാത്രമേ നമുക്കിപ്പം ബ്ലൗസ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ യൂണിഫോം പർപ്പസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സാരിയുടെ എണ്ണത്തിൽ ബ്ലൗസിൻ്റെ ഇതുകൂടെ കൂട്ടി സാരി നമ്പർ കൂട്ടി എടുത്താൽ മതി. പക്ഷേ സിംഗിൾ പീസസ് ഒക്കെ വരുന്ന സമയത്ത് ചില ഷെയ്ഡിൽ മാത്രമേ നമുക്ക് ബ്ലൗസ് അവൈലബിൾ ആവത്തുള്ളൂ. അപ്പം അത് നമ്മളെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാം. സ്കൈ ബ്ലൂവിൻ്റെ ആ ഒരു സൾഫേറ്റ് ബ്ലൂവിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് അക്വാ ഗ്രീൻ കളറാണ്. അക്വാ ഗ്രീനും അക്വാ ബ്ലൂ എന്നും പറയുന്ന ഒരു ലൈറ്റർ പേസ്റ്റൽ ടോൺ ആണ്. ചില ഷെയ്ഡ്സ് ഈ പറഞ്ഞ പോലെ നമുക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാനും ഡിഫിക്കൽട്ടി ഉണ്ട്, ലൈറ്റിൻ്റെ ഇഷ്യൂസ് ഒക്കെ കാരണം. പിന്നെ ചൂടിൻ്റെ ഇതുകൊണ്ട് വീഡിയോ എടുക്കാനും നല്ല ഡിഫിക്കൽട്ടി ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോഴേ മനസ്സിലാവും. ഞാനും ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമ്മൾ വീഡിയോസ് എടുക്കുന്നതും. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ് എല്ലാം കൂടെ ഓൺ ആകുമ്പോഴത്തേനും ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. ഈ കളേഴ്സ് കാണിക്കാനും അതെ, നമുക്ക് നിൽക്കാനും അതെ. അപ്പം നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ഇതാണ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ഷെയ്ഡ്. നേരത്തെ തൊട്ടേ അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ് ഇതെല്ലാം കേട്ടോ. ഇത് നെക്സ്റ്റ് ബേബി പിങ്ക് ഷെയ്ഡ്. പിങ്കിൻ്റെ രണ്ട് ഷെയ്ഡ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള, ഈ ബേബി പിങ്കും അതുപോലെ ഒണിയൻ പിങ്ക് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡും. ഇത് ആക്ച്വലി പറഞ്ഞാൽ ഒണിയൻ പിങ്ക് ഷെയ്ഡ് അല്ല യഥാർത്ഥ ഷെയ്ഡ് പറയുമ്പോൾ, പക്ഷേ കോട്ടൺ കോട്ടായിൽ ഇതിനെ ഒണിയൻ പിങ്ക് എന്ന് അറിയപ്പെടുന്നത്. ഇത് ശരിക്കും നമുക്കൊരു വാടാമുല്ല ഷെയ്ഡിൻ്റെ ലൈറ്റർ ടോൺ ആയിട്ടോ മജന്ത ഷെയ്ഡിൻ്റെ ലൈറ്റർ ടോൺ ആയിട്ടോ ഒക്കെ പറയാവുന്ന ഒരു ഷെയ്ഡാണ്. പക്ഷേ നമ്മൾ ഇതിനകത്ത് ഒണിയൻ പിങ്ക് എന്നുള്ള ഈ നെയിമിലാണ് ഈ ഒരു ഈ കളർ എല്ലാവർക്കും അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ഷെയ്ഡാണ് പിങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നേരത്തെ നമുക്ക് ടൊമാറ്റോ പിങ്ക് ഉണ്ടായിരുന്നു. അതുപോലെ കുറേ ഷെയ്ഡ്സ് നമുക്ക് ഉള്ളത് ഇപ്പം നമുക്ക് വരാതെ ഉണ്ട്. അപ്പം അങ്ങനത്തെ കുറേ ഷെയ്ഡ്സ് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് മൗ ഷെയ്ഡാണ്. മൗ ഷെയ്ഡ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഞാനൊരു ചോക്ലേറ്റ് ഷെയ്ഡിൻ്റെ ലൈറ്റർ ടോൺ ആണ്. നമുക്ക് ആ ഡാർക്ക് ടോൺ ഇപ്പം ഇല്ല. ഇത് ഈ ഒരു ഷെയ്ഡ് ഫോട്ടോ കണ്ടിട്ട് ഒത്തിരി പേര് ഒണിയൻ പിങ്ക് ആണോ എന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും ഇത് ഒണിയൻ പിങ്കിനോട് നല്ല സിമിലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇത് കണ്ടോ, നമ്മുടെ ബേബി പിങ്കും ഇതുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതുണ്ടോ, ചെറിയൊരു പിങ്കും ഒരു ബ്രൗണോടുള്ളൊരു മിക്സ് ഷെയ്ഡാണ് മൗ ഷെയ്ഡ് എന്ന് പറയുന്നത്. അപ്പം അതിനെ നമുക്ക് വേണമെങ്കിൽ ഒണിയൻ പിങ്ക് ആയിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു കളറാണ്. എന്താണെങ്കിലും നമുക്ക് ഡെയിലി വെയറിനൊക്കെ പറ്റുന്ന എല്ലാവർക്കും ഒക്കെ ചേരുന്ന ഒരു ഷെയ്ഡാണ്. അതുപോലെ നെക്സ്റ്റ് നമുക്ക് ക്യാരറ്റ് പീച്ചാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ക്യാരറ്റ് പീച്ച് നമുക്ക് നേരത്തെ തൊട്ടേ ഉണ്ടായതാണ്. ഇന്ന് തന്നെ ഒരു ബ്രൈറ്റർ ഷെയ്ഡ്.
ഒരു കുറച്ചുകൂടി ഒരു ബ്രൈറ്റർ പീച്ച് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പീച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. പീച്ചിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു പീച്ച് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ നമുക്ക് നേരത്തെ ലൈറ്റ് ആയിട്ടൊരു പീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ് പീച്ചിന് പകരം നമുക്ക് കുറേ നാളായിട്ട് ഇപ്പോൾ ഉള്ളത് ഈ ഒരു സാൻഡൽ ഷെയ്ഡാണ്. ഇത് പീച്ച് എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി ഒരു ചന്ദന കളറിനോട് മാച്ച് ചെയ്ത് വന്ന പീച്ചിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ട് താനും, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. പക്ഷെ നമുക്ക് നേരത്തെ കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് പീച്ച് ഷെയ്ഡ് ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഈ ഒരു ഷെയ്ഡാണ് പീച്ചിൻ്റെ ഒരു നെക്സ്റ്റ് ഷെയ്ഡിലോട്ട് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ചിക്കു ഷെയ്ഡാണ്. ചിക്കു ഷെയ്ഡും ഈ സാൻഡൽ ഷെയ്ഡും ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ സിമിലർ ആയിട്ടുള്ള രണ്ട് ഷെയ്ഡ്സ് ആട്ടോ. ചില ഷെയ്ഡ്സ് ഇങ്ങനെ നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ ഒരുപോലെ തോന്നും, പ്രത്യേകിച്ച് ഈ പറഞ്ഞ വീഡിയോയിൽ കാണുമ്പോൾ ഇതെല്ലാം ഒരുപോലെ തോന്നാൻ സാധ്യതയുണ്ട്. എന്നാലും ഫോട്ടോയിലാണെങ്കിൽ പോലും ഇതിനൊക്കെ നല്ല സിമിലാരിറ്റി തോന്നുന്ന ഷെയ്ഡുകളാണ്. ഇപ്പം ഇതാണ് നമുക്ക് ചിക്കു കളർ. ഇതിനെല്ലാം റേറ്റ് വരുന്നത് 575 ആണ്. അതുപോലെ നമുക്ക് ബ്ലൗസ് കൂടെ കൂട്ടി വരുമ്പോഴത്തേനും 675 ആണ്. ഷിപ്പിംഗ് ചാർജ് അഡീഷണൽ ആയിട്ടാണ് വരുന്നത്. ഗ്രീൻ ഷെയ്ഡ്, പിസ്ത ഗ്രീൻ നമുക്ക് എപ്പോഴും വരാറുള്ള ഷെയ്ഡാണ്. അതിനോട് സിമിലർ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ലെമൺ യെല്ലോ ഷെയ്ഡ്. പിസ്ത ഗ്രീൻ എന്ന് പറഞ്ഞാലും ഇച്ചിരി യെലോയിഷ് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡാണ് നമുക്ക് ഈ പിസ്ത ഗ്രീൻ എന്ന് പറഞ്ഞ് കോട്ടൺ ചെക്കോട്ടയിൽ പറയുന്നത്. അപ്പം നെക്സ്റ്റ് ഈ ലെമൺ യെല്ലോ ഷെയ്ഡ്, ഇതെല്ലാം പേസ്റ്റൽ ചാർട്ടിൽ തന്നെ വരുന്ന ഷെയ്ഡ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഗ്രീനിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് വരുന്നത് ഇച്ചിരി ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ്, ഒരു ഒലിവ് ഗ്രീൻ അല്ലെങ്കിൽ ചെറുപയർ പച്ച എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. നമുക്ക് ഈ ഒരു ക്ലൈമറ്റിന് പറ്റുന്ന ഡെയിലി വെയറിനും പറ്റുന്ന കളേഴ്സാണ് ഇതെല്ലാം. നെക്സ്റ്റ് നമുക്ക് എപ്പോഴും ഡിമാൻഡുള്ള വൈറ്റ് ഷെയ്ഡ് ഉണ്ട്. നെക്സ്റ്റ് നമ്മുടെ ആഷ് ഗ്രേ ഷെയ്ഡ്. ലാസ്റ്റ് ആയിട്ട് നമുക്ക് ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട്. ഇപ്പം ഈ ഒരു സമയത്ത് ഒത്തിരി ബ്ലാക്ക് ഷെയ്ഡ്സ് ആൾക്കാരെ ചോദിക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് എപ്പോഴും എവർ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഷെയ്ഡ്സിൽ വരുന്ന ഷെയ്ഡാണ് ബ്ലാക്ക് ഷെയ്ഡ്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് സിൽക്കി കോട്ടയുടെ ഷെയ്ഡ്സ് കൂടെ കാണാം. ഇതിനകത്ത് കുറച്ചൊക്കെ നമുക്ക് പുതിയ ഷെയ്ഡ്സ് ആണ്. ഇത് അതുപോലെ ഒരു പുതിയ ഷെയ്ഡാണ്, നല്ലൊരു പീച്ച് കളറാണ്, കുറച്ചൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു പീച്ച് കളറാണ്. ലൈറ്റ് പീച്ച് തന്നെയാണ്. നമുക്ക് നേരത്തെ വന്നുകൊണ്ടിരുന്ന കുറച്ചുകൂടെ വൈറ്റ് കൂടിയൊരു പീച്ചായിരുന്നു. ഇപ്പം കറക്റ്റ് ആയിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡ് വന്നിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് നമുക്ക് ലാവൻഡർ ഷെയ്ഡ്. ലാവൻഡർ നമുക്ക് നേരത്തെ തൊട്ടേ ഉണ്ടായിരുന്ന ഒരു ലാവൻഡർ ഷെയ്ഡ് തന്നെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ടൊമാറ്റോ പിങ്ക് ഷെയ്ഡ്. നമുക്ക് കോട്ടൺ ചെക്കോട്ടയിൽ ഇപ്പം സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറഞ്ഞ ഷെയ്ഡ് നമുക്ക് സിൽക്കി കോട്ടയിൽ അവൈലബിൾ ആയിട്ടുണ്ട്, ടൊമാറ്റോ പിങ്ക് ഷെയ്ഡ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഗ്രേ ഷെയ്ഡ്. ഇത് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ അല്ലേ പോലും കോട്ട ആയതുകൊണ്ട് ഈ കുറച്ചുകൂടി ഒരു ബ്രീത്തബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്ലൈമറ്റിന് ഈ ഒരു മെറ്റീരിയലും നല്ലതാണ്. നമുക്ക് വാഷ് ചെയ്യാനും യൂസ് ചെയ്യാൻ മീൻസ് സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ടാത്തതുകൊണ്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലുകളാണ്. അപ്പം ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇത് നമുക്ക് റെഗുലറായിട്ട് മൂവിങ് ആയിട്ടുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. നെക്സ്റ്റ് നമുക്ക് വൈറ്റ് ഷെയ്ഡ് ഉണ്ട്. വൈറ്റ് എന്ന് പറയുമ്പോൾ പ്യുവർ വൈറ്റ് അല്ല, ഒരു ചെറിയ മിൽക്കി വൈറ്റ് ആണ്. ഒത്തിരി പേര് ഓഫ് വൈറ്റും ഒക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് സിൽക്കി കോട്ടയിൽ ഓഫ് വൈറ്റ് വരാറില്ല, അങ്ങനെ എപ്പോഴും ഈ ഒരു വൈറ്റ് ഓഫ് മിൽക്കി വൈറ്റ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ നമ്മുടെ കോട്ടൺ ചെക്കോട്ടയിലെയും ഓഫ് വൈറ്റ്, റെഡ്, മെറൂൺ ഷെയ്ഡ്സ് ഒക്കെ ഇപ്പം സ്റ്റോക്ക് ഔട്ട് ആണ്. അത് വരാനുള്ള ചാൻസസും ചിലപ്പോൾ കുറവാണ്, കാരണം നമ്മൾ റീ ഓർഡർ കൊടുത്തിട്ട് നമുക്കതിനെ കിട്ടുന്നില്ല ഷെയ്ഡ്സ്. നെക്സ്റ്റ് നമുക്ക് ബ്ലാക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് സിൽക്കി കോട്ടയിൽ ഇപ്പം ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈ ഒരു സിൽക്കി കോട്ടയിൽ ഇതിൽ കൂടുതൽ ഷെയ്ഡ്സ് നമുക്ക് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവൈലബിൾ ആവാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ സിൽക്കി കോട്ട നമുക്ക് ചെറിയ ബണ്ടിൽസ് വരുന്നത് കൊണ്ട് തന്നെ കളേഴ്സ് പെട്ടെന്ന് വന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ റിപ്പീറ്റഡ് കളേഴ്സ് പിന്നെ വരാനായിട്ട് സമയമെടുക്കും. ചില കളേഴ്സ് നമുക്ക് പെട്ടെന്ന് വന്ന് പോകാറുണ്ട്. അതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർഗൻഡിയുടെ 2 ഷെയ്ഡ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആവുന്നത് ഒന്ന് കാണിക്കാം. നമ്മൾ ഒരിക്കലും വീഡിയോയിൽ ഇങ്ങനെ ഓർഗൻഡി കാണിക്കാത്തത് കൊണ്ട് ഒത്തിരി ആൾക്കാർക്കും ഓർഗൻഡി ഏത് കളേഴ്സ് ആണെന്നൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ട്. നമുക്ക് 3 ഷെയ്ഡ്സ് ആണ് ഓർഗൻഡിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വൈറ്റ്, യെല്ലോ, ഒരു പെയിൽ ആയിട്ടുള്ള യെല്ലോ ആണ്, ഒരു ബേബി യെല്ലോ ഷെയ്ഡ്, അതുപോലെ ബേബി പിങ്ക് ഷെയ്ഡ്. അതിനകത്ത് യെല്ലോ ഷെയ്ഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ബേബി പിങ്കും വൈറ്റും പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കളറാണ്. യെല്ലോ എന്ന് പറയുമ്പം പല യെല്ലോസ് ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് യെല്ലോ ഷെയ്ഡ് മാത്രം ഒന്ന് കാണിക്കാം. ഇതാണ് യെല്ലോ ഷെയ്ഡ് വരുന്നത്. ഇതുണ്ട് ഒരു പേസ്റ്റൽ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡ്, ആ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ്, നമ്മുടെ ലെമൺ യെല്ലോ ഷെയ്ഡിനേക്കാളും ലൈറ്റ് ആയിട്ടുള്ള ഒരു ബേബി യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. ഒരു നമുക്കൊരു ക്രീമിനോടൊക്കെ സിമിലർ ആക്കാൻ പറ്റുന്ന ഒരു ക്രീമിഷ് യെല്ലോ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ട് ഇപ്പോൾ ഓർഗൻഡി സാരിക്ക്. ഓർഗൻഡി സാരിയുടെ ഈ പറഞ്ഞതും കോട്ടൺ ആയതുകൊണ്ട് ഇത് അത്ര സ്റ്റിഫുള്ള കോട്ടൺ അല്ല കേട്ടോ, സോറി ഓർഗൻഡി അല്ല കേട്ടോ, കുറച്ചൊരു മയമുള്ള ഓർഗൻഡി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാരി ചെയ്യാൻ എളുപ്പമുള്ള അതിൻ്റെ റേറ്റ് വരുന്നത് 210 per meter ആണ്, 210 per meter. ഇത്രയാണ് നമുക്കിപ്പം കറൻ്റ്ലി പ്ലെയിൻ സാരിൽ അവൈലബിൾ ആയിട്ടുള്ള മംഗൽഗിരി പട്ട് നമ്മൾ പ്രീ ബുക്കിംഗ് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ സ്റ്റോക്ക് എടുത്ത് വെക്കാറില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആവുന്ന കളേഴ്സ് അയച്ചു തരാം. അതിൽ നമ്മൾ പ്രീ ബുക്ക് ചെയ്ത് ഒരു 7 to 10 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യുന്നത് പോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ഈ കളക്ഷൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. പുതിയ ഹാൻഡ് പിക്ക് ആയിട്ടുള്ള അതുപോലെ ഹാൻഡ് എംബ്രോയിഡറി, മിഷൻ എംബ്രോയിഡറി കളക്ഷൻസ് ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.